അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു. പ്രിയമുള്ളവരെ, പരിശുദ്ധമാക്കപ്പെട്ട റജബ് നമ്മിൽ നിന്ന് വിട പറയുകയാണ്. ഷഅബാൻ മാസം നമ്മളിലേക്ക് കടന്നു വരികയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമാക്കപ്പെട്ട ഷഅബാൻ മാസത്തിനെ കുറിച്ച് നമ്മോട് പരിചയപ്പെടുത്തിയത് ഷഅബാനു ഷഹരി, ഷഅബാൻ എൻ്റെ മാസം എന്നാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാസം എന്ന് പറയുമ്പോൾ മറ്റുള്ള 12 മാസങ്ങളിൽ നിന്നും എന്തോ ഒരു പ്രത്യേകത ഈ മാസത്തിനുള്ളതായി നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. മഹത്തുക്കളായ പണ്ഡിതന്മാർ ഈ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ട് ഈ ഷഅബാൻ മാസത്തിൽ ഒന്നുകൂടി നാം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്ന വിഷയത്തിൽ ഗൗരവം കാണിക്കണമെന്ന് പഠിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധമാക്കപ്പെട്ട സൂറത്തുൽ അഹ്സാബിൽ 46-ാമത്തെ ആയത്താകുന്ന നാം എല്ലാവരും എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന, എല്ലാ ജുമുഅയ്ക്കും വിശ്വാസികൾ മിമ്പറിൽ നിന്ന് ഖുതുബയിൽ നിന്ന് ഖത്തീബ് മിമ്പറിലേക്ക് ഖുതുബയ്ക്ക് വേണ്ടി കയറുന്ന സമയത്ത് എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും ഖുതുബ ഓതുന്ന സമയം നാം കേൾക്കുന്ന ഒരായത്താണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ വമലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമ. നിശ്ചയം അള്ളാഹുവും അവൻ്റെ മലായിക്കത്തുകളും അള്ളാഹുവിൻ്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിരിക്കുന്നു, സലാം ചൊല്ലിയിരിക്കുന്നു. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, നിങ്ങളും സ്വലാത്ത് ചൊല്ലുവീനെന്ന് സൂറത്തുൽ അഹ്സാബിലെ ഈ പരിശുദ്ധമാക്കപ്പെട്ട ആയത്ത് സ്വലാത്തിനെ ജനകീയമാക്കിയ, അല്ലെങ്കിൽ സ്വലാത്തിന് ഇത്രത്തോളം പവിത്രമുണ്ടെന്ന് വളരെ വ്യക്തമായി പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തന്ന ഈ ആയത്ത് അവതരിച്ചത് ഈ പരിശുദ്ധമാക്കപ്പെട്ട ഷഅബാൻ മാസത്തിലാണ് എന്നത് ഷഅബാൻ മാസത്തിൻ്റെ ഒരുപാട് പ്രത്യേകതയിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. ഇത് ഞാൻ ചുരുക്കി പറയുന്നത്, പരിശുദ്ധമാക്കപ്പെട്ട ഈ മാസം നാം ഉപയോഗപ്പെടുത്തണം. നമുക്കിപ്പോൾ കഴിഞ്ഞു പോയ റജബ് ഇനി നമ്മുടെ ജീവിതത്തിൽ കിട്ടിക്കൊള്ളണമെന്നില്ല, ഒരു ഉറപ്പില്ല എന്നർത്ഥം. അടുത്ത റജബ് അള്ളാഹു നൽകിയാൽ വലിയ സന്തോഷം. ഓരോ ദിനങ്ങളും കഴിഞ്ഞു പോകുമ്പോൾ ഇന്നത്തെ ഇപ്രാവശ്യത്തെ ന്യൂ ഇയർ, പുതിയ വർഷം നമ്മൾ എങ്ങനെയാണ് വളരെയധികം സന്തോഷത്തോടു കൂടി, എല്ലാവരും ആഘോഷത്തോടു കൂടിയാണ് പലരും സ്വീകരിച്ചത്. എന്നാൽ സത്യമെന്താണ്? ഒരു 65 വയസ്സാണ് ഒരാളുടെ ശരാശരി പ്രായം. ഒരു ഉദാഹരണം അങ്ങനെയാണ് എങ്കിൽ ഒരു 30 വയസ്സ് കഴിയുമ്പോഴേക്കും ഇനി ചിന്തിക്കേണ്ടത് ഈ വർഷമാകുമ്പോഴേക്കും അദ്ദേഹം മരണത്തിലേക്ക് അടുക്കുന്നു എന്നാണ്. 30 വർഷം മരിച്ചു, ഇനി ജീവിക്കാൻ ഇനിയൊരു 30 വർഷം. ചുരുങ്ങിയ ഒരു 65 വയസ്സുകാരൻ്റെ ഒരു കാലമാണ്. അതിലേറെ കുറയും കൂടും. അപ്പോൾ ഓരോ ദിനങ്ങൾ, ഇപ്പോൾ റജബ് നമ്മൾ ഇന്ന് കഴിഞ്ഞു, ആ സെക്കൻഡുകളും ആ നിമിഷങ്ങളും ആ സമയങ്ങളും ഇനി നമുക്ക് ലഭിക്കുകയില്ല. ഇനി വരാൻ പോകുന്ന ഷഅബാൻ, ഈ മാസം കുറച്ചുകൂടി തയ്യാറെടുപ്പോടുകൂടി കൂടുതൽ സ്വലാത്തുകൾ ചൊല്ലി വിശ്വാസികളോടാണ് പറയുന്നത്, നാം 5 വഖത്ത് നിസ്കരിക്കുന്നതിനോടൊപ്പം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ധാരാളം സ്വലാത്ത് ചൊല്ലണം. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു എന്ന മഹാൻ ഒരിക്കൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോക അവസാനത്തിനെ കുറിച്ചും അതിൻ്റെ ഭീകരതകളെക്കുറിച്ച് പറയുന്ന സമയം, ഒന്നാമത്തെ സൂറന്ന കാഹളത്തിൽ ഊതുന്ന സമയം ലോകം മുഴുവൻ നശിക്കുമെന്നും രണ്ടാമത് മനുഷ്യന്മാരെല്ലാം പുനർജനിക്കുമെന്നൊക്കെ ലോക അവസാനത്തിൻ്റെ അടയാളങ്ങൾ പറയുമ്പോൾ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നബിയെ, ഞാൻ അങ്ങനെ ഒരു സമയം വന്നാൽ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ അങ്ങയുടെ മേൽ സ്വലാത്ത് ചൊല്ലട്ടെ നബിയെ എന്ന് പറഞ്ഞിട്ട് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൽ 1/3 ഭാഗം ഞാൻ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലുന്നതിന് വേണ്ടി ഞാൻ മാറ്റിവെക്കും. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖൈർ, അത് ഖൈറാണ്. ഫൈൻ സിദിന ഫഹുവ ഖൈർ, നീ അതിലേറെ അധികരിപ്പിച്ചാൽ അതും നിനക്ക് നല്ലതാണ്. അപ്പോൾ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എങ്കിൽ ഞാൻ ജീവിതത്തിൻ്റെ 2/3 ഭാഗം, 3ആയിട്ട് എൻ്റെ ജീവിതത്തിനെ തിരിച്ചാൽ 2/3 ഭാഗം ഞാൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലാമോ? അപ്പോഴും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖൈറാണ്, അതിലേറെ അധികരിപ്പിച്ചാൽ അതും നിനക്ക് നല്ലതാണെന്ന് പറഞ്ഞു. അപ്പോൾ ബഹുമാനപ്പെട്ട ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, എൻ്റെ ജീവിതം മുഴുവനും ഞാൻ അങ്ങയുടെ മേൽ സ്വലാത്ത് ചൊല്ലും.
അത്രത്തോളം മഹത്വം പഴയ ആളുകൾ സ്വലാത്ത് ചൊല്ലുന്നതിന് വേണ്ടി മഹത്തുക്കൾ പൂർവികർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ഒരു ശഅബാൻ ആകുമ്പോഴേക്കും നമ്മുടെ കിട്ടുന്ന ഒഴിവ് സമയങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ അനാവശ്യ സംസാരങ്ങളിൽ നിന്ന് മാറി നിന്ന് ഒഴിവ് സമയങ്ങളും മറ്റും ഉപയോഗപ്പെടുത്തി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലി നമുക്ക് ഈ ശഅബാൻ നമുക്ക് വീണ്ടെടുക്കാം. റജബ് ഒരുപാട് പിഴവുകളും പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട്, പാപങ്ങൾ ചെയ്തു പോയിട്ടുണ്ട്. അള്ളാഹു അതെല്ലാം പുറത്തു തരുമാറാകട്ടെ. ഈ ശഅബാൻ നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തരുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞു നിർത്തുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.